ഞങ്ങൾ എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ പൊന്മുണ്ടം എന്ന പ്രദേശത്താണുള്ളത്. അമീൻ മാഷയുടെ ഒരു വീടാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതൊരു പുതുക്കി പണിഞ്ഞ ഒരു വീടാണ്, ഒരു റെനോവേഷൻ വീടാണ്. എഫ് ആർക്കിടെക്ട് ഹോം ടൂറിലേക്ക് സ്വാഗതം. പുതുക്കി പണിത ഈ വീടിൻ്റെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും നമുക്കൊന്ന് കാണാം. എൻ്റെ മുകളിൽ കാണുന്ന ഈ ഓടിട്ട ഭാഗം ഞങ്ങൾ പുതുതായി പണിതതാണ്. ഇതിൻ്റെ ആക്ച്വൽ എൻട്രൻസ് വലതുവശത്തും ഇതിൻ്റെ കാർ പോർച്ച് ഇടതുവശത്തും ഈ പിന്നിൽ ഇപ്പം കാണുന്ന എൻട്രൻസ് ആക്ച്വലി ഒരു ബെഡ്റൂമായിരുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ മുഖച്ഛായ ആകെ മാറ്റിയത്. ഞാനിപ്പം ഈ നിൽക്കുന്ന ഭാഗമായിരുന്നു ആദ്യത്തെ സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിൻ്റെ ചുമര് ഇവിടെയായിരുന്നു. ഇവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി ഈ ഒരു സ്പേസിലായിരുന്നു ആക്ച്വലി ഡൈനിങ് ടേബിൾ ആദ്യം ഉണ്ടായത്. ആ ഡൈനിങ് ടേബിളിൻ്റെ ജനലായിരുന്നു അത്. ഈ ഒരു മൊത്തം സ്പേസിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ലിവിംഗ് റൂമിൽ ഡിസൈൻ ചെയ്തത്. പക്ഷേ ഇവിടെയുള്ള സിറ്റ് ഔട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ മൊത്തമായി പുറത്തേക്ക് മാറ്റിയെടുത്തു. ഈ കാണുന്ന വാൾ പങ്ക്ചർ ആക്ച്വലി ഒരു ഡോറായിരുന്നു. ഈ കാണുന്ന വാൾ പങ്ക്ചർ ഇവിടെ ഇല്ലേം താനും. ഇതൊരു ഫുള്ളായിട്ടൊരു ചുമരായിരുന്നു. ഈ ഡോറ് വഴിയായിരുന്നു ഞങ്ങൾ ബെഡ്റൂമിലേക്ക് കയറാറ്. ആ ബെഡ്റൂം പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പുഷ് ചെയ്ത് നേരത്തെ പറഞ്ഞ കാർ പോർച്ചിലേക്ക് മാറ്റി. എന്നിട്ട് ഈ ബെഡ്റൂം ഞങ്ങൾ ലിവിങ്ങിൻ്റെ ഭാഗമായി മാറ്റി. ഇൻറ്റീരിയർ നമുക്കൊരു ചാലഞ്ചായിരുന്നു. ക്ലയൻറ്റ് ആവശ്യപ്പെട്ടത് വളരെ സിമ്പിളായി ഒരു ഡിസൈൻ വേണമെന്നാണ്. ഞങ്ങൾ നമ്മുടെ മിനിമലിസത്തിൻ്റെ സ്റ്റൈലിലോട്ട് സട്ടിൽ കളേഴ്സും സട്ടിൽ ഷേപ്സും യൂസ് ചെയ്ത് വളരെ ഫ്രീ ആയിട്ടുള്ള ഫർണിച്ചർ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. കൂടുതലായിട്ടുള്ള പാനൽ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതിൻ്റെ ഒരു വായും വെളിച്ചമാണ് നിങ്ങളിവിടെ കാണുന്നത്. ക്ലയൻറ്റിന് നന്നായിട്ടൊരു കിച്ചൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ബഡ്ജറ്റ് വളരെ ചുരുക്കവുമായിരുന്നു. ഞങ്ങൾ അതൊരു ചാലഞ്ചായി ഏറ്റെടുത്തിട്ടാണ് ഈ കിച്ചൺ ഫിനിഷ് ചെയ്തത്. ഞങ്ങളിവിടെ ഈ ടോപ്പ് ആക്ച്വലി റീയൂസ് ചെയ്തതാണ്. ഇത് സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിംഗ് ആയിരുന്നു തുടക്കത്തിൽ. അതേപോലെ തന്നെ ബഡ്ജറ്റ് ഒന്ന് കുറക്കാൻ വേണ്ടി ഞങ്ങൾ ലാമിനേഷനോ കാര്യങ്ങളോ ഉള്ള കിച്ചൺ കബേർഡ്സ് ചെയ്തില്ല, അലൂമിനിയമാണ് ചെയ്തത്. പക്ഷേ ചെയ്യുമ്പോൾ ഞങ്ങളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഫിനിഷ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഭംഗി ഇവിടെ കിട്ടുന്നത്. ഇനി ഈ സിറ്റ് ഔട്ടിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയുന്നത് മുന്നായി ഒരു തമാശ എനിക്ക് പറയാനുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹമീദ് ഖാൻ്റെ പ്രൊജക്റ്റ് കണ്ടില്ലേ? ആ പ്രൊജക്റ്റിൽ ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്ത വ്യക്തിയായിരുന്നു ഞങ്ങളുടെ അമീൻ മാഷ്. ആ അമീൻ മാഷ് ആ പ്രൊജക്റ്റ് കഴിഞ്ഞപ്പോൾ ഉടനെയാണ് നമുക്ക് ഈ പ്രൊജക്റ്റും തന്നത്. ഈ സിറ്റ് ഔട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സ്പേസ് ഡിസൈൻ ചെയ്യാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ 3 സൈഡഡ് സീറ്റിംഗ് ഇതിൽ നിങ്ങൾക്ക് കാണാം. അതിൽ ഒരു സീറ്റ് ഞങ്ങൾ വെറും 30 സെൻറ്റിമീറ്റർ മാത്രമാണ് ചെയ്തത്. ക്ലയൻറ്റ് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത് വളരെ ഹൈറ്റ് കുറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ക്ലയൻറ്റിന് ഇത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ് ഇവിടെ ഇരുന്ന് വൈകുന്നേരം ചായ കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമീൻ മാഷിൻ്റെ വീട്ടിൻ്റെ വിശേഷങ്ങൾ. പുതിയ വീട്ടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.